നമസ്കാരം, എല്ലാവർക്കും ഗ്രാവിറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷനാണ്. ഗ്രാവിറ്റേഷനിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള ക്ലാസ്സാണിത്. എന്താണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് 3 ടോപ്പിക്ക് പഠിച്ചാൽ മതി. 3 ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതുപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് എബോവ് ദ സർഫസ് ഓഫ് എർത്ത്. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്, പെട്ടെന്ന് തീരുകയും ചെയ്യും. എന്നാൽ ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം 7 മാർക്കിൻ്റെ ചോദ്യം ഈ 3 ടോപ്പിക്കിൽ നിന്നുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും. നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണിത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. നമുക്ക് ഡെഫിനിഷൻ പഠിച്ചിരിക്കണം, ഇക്വേഷൻ പഠിച്ചിരിക്കണം, വേറൊന്നുമില്ല. പിന്നെ എഫിൻ്റെ യൂണിറ്റ്, ഇതൊക്കെ ഓർത്തിരിക്കുക. എഫിൻ്റെ യൂണിറ്റ് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ജിയുടെ വാല്യൂ, ഇതൊക്കെ പഠിച്ചിരുന്നാൽ മതി. ഇതിൻ്റെ അകത്ത് എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് നോക്കാം. എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ product of their masses and inversely proportional to the square of the distance between them. അതായത് ലോകത്തിലെ എല്ലാ വസ്തുക്കളും മറ്റു വസ്തുക്കളെ ഒരു ബലം ഉപയോഗിച്ച് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആകർഷിക്കുന്നുണ്ട്. ആ ബലം എന്ന് പറയുന്നത് ആ 2 വസ്തുക്കളുടെ, അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ മാസിൻ്റെ പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും, അതുപോലെ തന്നെ ഈ 2 വസ്തുക്കൾ തമ്മിലുള്ള അകലത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ ഡെഫിനിഷൻ്റെ അർത്ഥം. പിന്നെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ r² ആണ്. ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതായത് ജിയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ജിയുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ, അതായത് ജിയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ജിയുടെ യൂണിറ്റ്. അതിൻ്റെ വാല്യൂവും കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം ചോദിക്കാൻ വരാം, നിങ്ങൾ വാല്യൂ ഒക്കെ പഠിച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇനി അതിൻ്റെ വെക്റ്റർ ഫോമും കൂടി നമുക്കൊന്ന് പഠിക്കണം. എന്താണ് വെക്റ്റർ ഫോം എന്ന് നിങ്ങളവിടെ കണ്ടു. എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r² മൈനസ് r⁻. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റിയാണെന്ന് നമുക്കറിയാം. ഒരു ഡയറക്ഷൻ, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ കൊടുത്തിട്ടുണ്ടല്ലേ, മൈനസ് r⁻ എന്ന് പറഞ്ഞ്. മൈനസ് r⁻ ആണ് നമ്മുടെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന r⁻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് വെക്ടറാണ്. നമ്മൾ ഇക്വേഷൻ വന്നത് റീറൈറ്റ് ചെയ്യുമ്പോൾ -g × m1 m2 ഡിവൈഡഡ് ബൈ r² r⁻ എന്ന് വന്നു. വേറെ r⁻ ഈസ് എ യൂണിറ്റ് വെക്ടർ ഫ്രം m1 to m2. അപ്പോൾ r⁻ൻ്റെ ഡയറക്ഷൻ നോക്കുക. m1 മുതൽ m2, m1ൽ നിന്ന് m2യിലേക്ക്, അതായത് മാസ് 1ൽ നിന്ന് മാസ് 2യിലേക്കാണ് നമ്മുടെ r⁻ൻ്റെ ഡയറക്ഷൻ വന്നത്. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ആസ് ദ ഫോഴ്സ് എഫ് ഈസ് അലോങ് -r. എന്തുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നതെന്ന് ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. കാരണം നമ്മുടെ ഫോഴ്സ് ഇപ്പോഴും അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു കോർഡിനേറ്റ് സിസ്റ്റം. നമ്മളെടുക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത്. ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F12 on the body 1 due to 2 and F21 on the body 2 due to 1 are related. അതായത് F12 എന്ന് പറയുന്ന ഫോഴ്സ് ഒന്നാമത്തെ ബോഡിയിൽ രണ്ടാമത്തെ ബോഡി മൂലം, മാസ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് F12 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. F21 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബോഡിയിൽ ഒന്നാമത്തെ ബോഡി മൂലം ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് എന്താണ് F21 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. F12ഉം F21ഉം തമ്മിലുള്ള റിലേഷൻ എന്നാ നോക്കിയാൽ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. F12 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് പറയാൻ പറ്റും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. അടുത്തത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ കവർ ചെയ്യാനുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. നമ്മുടെ എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ദ ആക്സിലറേഷൻ ഗെയിൻ ബൈ എ ബോഡി ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ഈസ് കോൾഡ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് നമ്മുടെ എർത്തിൻ്റെ, അല്ലെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷൻ, അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം, അല്ലെങ്കിൽ ഭൂഗുരുത്വ ബലം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കാം. അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ സ്മോൾ ലെറ്റർ G ആണ്. ഇനി നമുക്ക് എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന്, അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് എടുക്കണമെന്ന് നോക്കാം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m, അതായത് m മാസ് ഉള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഓഫ് മാസ് M ആൻഡ് റേഡിയസ് r. ആ ബോഡി എവിടെയാണ്? നമ്മുടെ എർത്തിൻ്റെ സർഫസിലാണ് ഇരിക്കുന്നത്. എർത്തിൻ്റെ മാസ് M ആണ്, എർത്തിൻ്റെ റേഡിയസ് r ആണ്. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ എർത്ത് ഈസ് ഗിവൺ ബൈ. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി.
എർത്തും ആ ബോഡിയും തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഇക്വേഷൻ എന്താണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നമുക്ക് കിട്ടും. എഫ് ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ക്യാപിറ്റൽ എം മാസ് ഓഫ് ദ എർത്ത്, സ്മോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡി, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേഡിയസ് സ്ക്വയർ. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. പിന്നെ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പഠിച്ചപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എർത്ത് കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ അനുസരിച്ച് എർത്ത് ആ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ എങ്ങനെ മാറ്റുമായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു എം ജി. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ഇക്വേഷൻ നമ്മളിവിടെ എടുക്കുന്നു, എഫ് ഈസ് ഈക്വൽ ടു എം ജി. അത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുന്നു. അതിൻ്റെ അത് ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇനി നമുക്ക് എന്നാൽ ഇക്വേഷൻ്റെ ജിയുടെ ടേംസിലോട്ട് മാറ്റി എഴുതാൻ പറ്റും. ജി ഈസ് ഈക്വൽ ടു നമുക്ക് എഫ് ബൈ എം എന്ന് എഴുതാം അല്ലേ? എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ജി ഈസ് ഈക്വൽ ടു എഫ് ബൈ എമ്മിൽ എഫിന് പകരം നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്തുണ്ട്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തുണ്ട്? സ്മോൾ എം ഉണ്ട്, മാസ് ഓഫ് ദ ബോഡി ഉണ്ട്. അത് നമ്മൾ വെട്ടിക്കളയുമ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെഡ് ചുവന്ന മഷിയിൽ. ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ സ്മോൾ ജിയുടെ വാല്യൂ കണ്ടെത്തി, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടെത്തി. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അതായത് എന്ത് തരം ബോഡി ആണെങ്കിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. കാരണം ഒബ്ജക്റ്റിൻ്റെ മാസിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദ ആവറേജ് വാല്യൂ ഓഫ് ജി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എർത്തിൻ്റെ സർഫസിലുള്ള, നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറത്തില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയായി ബന്ധപ്പെട്ട്. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് എബവ് ദ സർഫസ് ഓഫ് എർത്ത്. നമ്മൾ കറക്റ്റ് സർഫസ് ഓഫ് ദ എർത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോയാലോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ട് പോയാലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവുമെന്ന് നോക്കാം. അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, ഇക്വേഷനും പഠിക്കണം. നിസ്സാര കാര്യമാണ്, എളുപ്പമുള്ള ഡെറിവേഷനാണ്, നമുക്കങ്ങ് പറഞ്ഞു തീർക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച് എബവ് ദ സർഫസ് ഓഫ് എർത്ത്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റ് മുകളിൽ ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന് അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് നമ്മൾ തൊട്ട് മുമ്പ് ഡെറൈവ് ചെയ്ത ഇക്വേഷനാണ്. ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. അത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ എടുത്തു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച് എബവ് ദ സർഫസ് ഓഫ് ദ എർത്ത്, അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താണ്? എർത്തിൻ്റെ സെൻറ്റർ മുതൽ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസിനെ നമ്മൾ 6 എന്ന് എടുത്തു. ഇനി 6ൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം അല്ലേ? 6 കഴിഞ്ഞ് ഒരു എച്ച് ഡിസ്റ്റൻസും കൂടെ നമ്മുടെ മുകളിലോട്ട് എടുക്കണം. അപ്പോൾ എച്ച് ഡിസ്റ്റൻസുകളുടെ മുകളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിൽ കിടന്ന ആർ സ്ക്വയർ എന്ന വാല്യൂ ആർ പ്ലസ് എച്ച് സ്ക്വയർ എന്നാകും. കാരണം ആറിനോട് കൂടി ഒരു എച്ച് എബവ് ഹൈറ്റും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഡിനോമിനേറ്ററിലെ ടൈമിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച് എബവ് ദ എർത്ത് അങ്ങനെ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. പക്ഷേ എച്ചിൻ്റെ വാല്യൂ ആറിനേക്കാളും വളരെ ചെറുതായിരിക്കും. റേഡിയസ് ഓഫ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഹൈറ്റ് വളരെ ചെറുതായിരിക്കും. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ആർ സ്ക്വയറിനെ പുറത്തോട്ട് എടുത്ത് എഴുതി ബാക്കിയുള്ള ടേംസിനെ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. പുറത്ത് ഒരു ആർ സ്ക്വയറും ഉണ്ട്. ഇനി നമ്മൾ നോക്കുക, ആ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുകയാണ്. ജി എച്ച് സ്മോൾ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇക്വേഷനിലേക്ക് സൂക്ഷിച്ച് നോക്കുക, ജി എം ബൈ ആർ സ്ക്വയർ ഉണ്ട്. ഇനി ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയറിനെ നമ്മൾ എന്താണ് മുകളിലേക്ക് ന്യൂമറേറ്ററിൻ്റെ കൂടെ ചേർത്ത് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയറിന് പകരം -2 എന്നായിട്ട് മാറും. കാരണം താഴെ കിടന്ന് മുകളിലോട്ട് വന്നപ്പോൾ മൈനസായി. അങ്ങനെയാണല്ലോ അല്ലേ? അറിയാമല്ലോ, റൂളൊക്കെ അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജി എച്ച് ഈസ് ഈക്വൽ നമുക്ക് ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ 1 പ്ലസ് എച്ച് ബൈ ആർ -2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജി എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ -2 എന്ന് എഴുതാം. എങ്ങനെയാണ് അവിടെ സ്മോൾ ജി വന്നത്? ജി എം ബൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആണ്. അതായത് സ്മോൾ ജി ആണ് ജി എം ബൈ ആർ സ്ക്വയർ.
അപ്പോൾ ജി എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ജി ഇൻറ്റു 1+h/r ഹോൾ റേസ് ടു -2 എന്ന് മാറ്റി എഴുതാൻ പറ്റും. നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് 1+h/r എന്ന് പറയുന്ന ടേമിനെ അല്ലെങ്കിൽ 1+h/r ഹോൾ റേസ് ടു -2 എന്ന് പറയുന്ന ടേമിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, യൂസിങ് ബൈനോമിയൽ എക്സ്പ്രഷൻ ആൻഡ് നെഗ്ലക്റ്റിംഗ് ഹയർ ഓർഡർ ടേംസ്. ഒരുപാട് നീട്ടി എഴുതണമെന്നില്ല, ആദ്യത്തെ 2 ടേംസ് മാത്രം എടുത്ത് നമ്മൾ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. അന്നേരം നമുക്ക് 1+h/r ഹോൾ റേസ് ടു -2 വരെ നമുക്ക് ഹോൾ റേസ് ടു -2 വരെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 1 - 2h/r എന്ന് പറഞ്ഞ് റിപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r എന്ന് നമുക്ക് മാറ്റി എഴുതാം. Thus, as we go above Earth's surface, the acceleration due to gravity decreases by a factor 1 - 2h/r. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂവിന് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു? 1 - 2h/r എന്ന തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുകളിലോട്ട് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. ആ കുറയുന്ന റേറ്റാണ് 1 - 2h/r എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h above the earth നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ ഭൂമിയുടെ താഴത്തോട്ട് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു എന്നുകൂടി നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഒരു ഡെപ്തിൽ, ഒരു നിശ്ചിത താഴ്ച d എന്ന് പറയുന്ന ഡെപ്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? വി അസ്യൂം ദാറ്റ് ദ എൻറ്റയർ എർത്ത് ഈസ് ഓഫ് യൂണിഫോം ഡെൻസിറ്റി. നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്യുന്നു, എർത്തിൻ്റെ മൊത്തം ഡെൻസിറ്റി യൂണിഫോം ഡെൻസിറ്റിയാണ്. അതായത് എർത്തിൻ്റെ ഡെൻസിറ്റി യൂണിഫോം ആണെന്ന്, എല്ലായിടത്തും ഒരുപോലെയാണെന്ന്. ദെൻ ദ മാസ് ഓഫ് ദ എർത്ത്, മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. നമുക്കറിയാമല്ലോ, ആ ഇക്വേഷൻ അറിയാം. മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എർത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് നമ്മൾ മാറ്റി എഴുതി. എന്നാൽ ഇനി നമുക്ക് മാസിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. വോളിയത്തിൻ്റെ ഡെൻസിറ്റിയുടെ ടേംസിൽ മാസ് ക്യാപിറ്റൽ എം, ദ മാസ് ഓഫ് ദി എർത്ത് ക്യാപിറ്റൽ എം ആണ്. എം ഈസ് ഈക്വൽ ടു 4/3πr³ എന്ന് വെച്ചാൽ വോളിയമാണ്. എർത്ത് ഒരു സ്ഫിയർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. എർത്തിന് ഒരു സ്ഫിയർ ഷേപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3πr³ ആണ്. റോ എന്ന് പറയുന്നത് എർത്തിൻ്റെ ഡെൻസിറ്റിയാണ്. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമ്മൾ എടുത്തു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, സ്മോൾ ജിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഡിവൈഡ് ബൈ r² ആണ്. ആ സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് എം ഇൻ ഇക്വേഷൻ 2, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഫസ്റ്റ് ഇക്വേഷനിൽ എർത്തിൻ്റെ മാസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? സ്മോൾ ജി ഈസ് ഈക്വൽ ടു ജി ബൈ r² ഇൻറ്റു 4/3πr³ ഇൻറ്റു റോ എന്ന് കിട്ടും ഇല്ലേ? 4/3πr³ ഇൻറ്റു റോ. ഇതിൻ്റെ അകത്ത് രണ്ടിടത്ത് ഡിനോമിനേറ്ററിൽ ഒരു r² ഉണ്ട്, ന്യൂമറേറ്ററിൽ ഒരു എന്തുണ്ട്? r³ ഉണ്ട്. നമുക്ക് വെട്ടിക്കളയാം അല്ലേ? ബാക്കി എന്ത് വരും? r വരും. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് നമുക്ക് എഴുതാൻ പറ്റും? സ്മോൾ ജി ഈസ് ഈക്വൽ ടു 4/3π ക്യാപിറ്റൽ R ഇൻറ്റു റോ ഇൻറ്റു ജി. r³ r² വെട്ടിപ്പോയി, ബാക്കി r മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ തേർഡ് ഇക്വേഷനായിട്ട് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പോൾ നമുക്ക് സ്മോൾ ജിയുടെ വാല്യൂ ഇപ്പോൾ കിട്ടി. ഇത് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒരു ടെമ്പററി റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അറ്റ് എ ഡെപ്ത് d ബിലോ ദ എർത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് ദ എർത്തിനെ നമുക്ക് ജി ഡി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ജി ഡിയുടെ വാല്യൂ 4/3πr - d റോ ഇൻറ്റു ജി എന്ന് എഴുതാം. ഇത് നമ്മൾ നാലാമത്തെ ഇക്വേഷനായിട്ട് എഴുതുന്നു. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ സർഫസ് ഓഫ് ദി ഇക്വേഷൻ നമുക്കറിയാം 4/3πr ഇൻറ്റു റോ ജി ആണ്. ഇത് അറ്റ് എ ഡെപ്ത് ഡി എടുത്തു. എന്നാലും നമുക്ക് എന്തെടുത്തു? താഴോട്ടാണ് പോകുന്നത് അല്ലേ? ആറിന് പകരം r - d എടുത്തു എന്നുള്ളൂ. ഇനി ഇക്വേഷൻ 4നെയും ഇക്വേഷൻ 3നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം നമുക്ക് ജി ഡി ഡിവൈഡഡ് ബൈ ജി എന്നെടുക്കാം. എന്ത് കിട്ടും? 4/3π ഇൻറ്റു r - d റോ ജി ഡിവൈഡഡ് ബൈ 4/3π ഇൻറ്റു r റോ ജി എന്നെടുക്കാം. ഈ r - ഡിയും r ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട് ഇല്ലേ? അപ്പോൾ അതെല്ലാം നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. ബാക്കി വരുന്ന എന്തൊക്കെയുണ്ട്? അപ്പോൾ r - d ഡിവൈഡഡ് ബൈ r മാത്രമേ ബാക്കി വരത്തുള്ളൂ. അപ്പോൾ ജി ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? r - d ഡിവൈഡഡ് ബൈ r എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ജി ഡിയുടെ ടേംസിലേക്ക് ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d ബൈ r എന്ന് എഴുതാം. r - d ഡിവൈഡഡ് ബൈ r എങ്ങനെയാണ് 1 - d ബൈ r ആയത്? r/r 1 കിട്ടി, -d/r അതേപോലെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ഇക്വേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r എന്ന് ഇക്വേഷനെ മാറ്റി കിട്ടി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Thus, as we go down below Earth's surface, the acceleration due to gravity decreases by a factor 1 - d/r. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 1 - d/r എന്ന തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും പിടിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി?
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാക്സിമം വാല്യൂ എർത്തിൻ്റെ സർഫസിലാണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ പോയാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയും. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അന്നേരം എന്ത് ചെയ്യണം? ഈ ഡെറിവേഷൻ ചെയ്ത് വെക്കണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എർത്തിൽ നിന്ന് മുകളിലോട്ട് പോകും തോറുമോ അല്ലെങ്കിൽ താഴോട്ട് വരും തോറുമോ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂവിന് വരുന്ന വ്യത്യാസം എന്ന് ചോദിക്കാം. പ്രൂവ് ചെയ്യാൻ പറയാം. ഡെറിവേഷൻ വെച്ച് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സെൻറ്ററിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? കുറഞ്ഞു വന്ന് 6 0 ആയിപ്പോയില്ലേ? 6 0 ആയി പോയപ്പോൾ എന്ത് സംഭവിച്ചു? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിപ്പോയി. അന്നേരം എർത്തിൻ്റെ സെൻറ്ററിൽ ആറിൻ്റെയും ഡിയുടെയും വാല്യൂ 0 ആണെന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ സെയിം ആണ്, ആറിൻ്റെയും ഡിയുടെയും വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ r - d 0 ആയിപ്പോയി. അപ്പോൾ അറ്റ് ദ സെൻറ്റർ ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ തിയറി പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ആ പ്രോബ്ലങ്ങളും ചെയ്തിട്ട് നമുക്ക് ചാപ്റ്റർ നിർത്താം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് 100 കിലോമീറ്റർ എബവ് ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് 100 കിലോമീറ്റർ മുകളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. G 9.88 എടുക്കുക. R എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6.37 × 10⁻³ കിലോമീറ്റർ ആണ്. GH കണ്ടുപിടിക്കണം. GH is equal to G × 1 - 2h/r. അവിടെ ആൻസർ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. നിങ്ങളതിൻ്റെ ക്രിയകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് ഉത്തരം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കിട്ടുന്ന ആൻസർ ഒന്ന് കമൻസിൽ ഇടുകയും ചെയ്തു തരാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇനിയും പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് റിവിഷൻ ക്ലാസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. തിയറി പഠിക്കാതെ വെറുതെ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം.